അത് സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാൻ രാവിലെ എഴുത്തുമ്പോഴാണ് അറിയുന്നത് പേപ്പർ കണ്ടപ്പോൾ. അത് എന്തോ വലിയൊരു തെറ്റിദ്ധാരണ സർക്കാരിൻ്റെ വശത്തുണ്ടെന്ന് എൻ്റെ പക്ഷം. കാരണം അവർ പിന്നെ RRTS ചെയ്യുന്നതാണ് പറയുക. ഈ RRTS ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുവന്നതൊക്കെ ഞാനാണ്. 2010 തുടങ്ങിയ പണിയത്. അതിന് പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു സബർബൻ സർവീസ് വരിക. ഡൽഹിക്ക് ആൾക്കാർ വരാൻ വേണ്ടി, ദൂരത്തുള്ള ആൾക്കാരെ വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സബർബൻ, അതിൻ്റെ ഉദ്ദേശം സബർബൻ സർവീസ് സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം നിറയെ സ്റ്റേഷൻസ് ഉണ്ടാവും. 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ആയിട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ടാവും. ട്രെയിൻ വേഗത്ത് വരും ചെയ്യും. അതായിരുന്നു ഉദ്ദേശം. അതുപോലെ നടക്കുന്നത്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദിസ് ഈസ് ഒരു വൈൽഡ് ആയിട്ടുള്ള സംഗതിയാണ്. അത് പ്രാക്ടിക്കലാക്കി അത് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായും ചെയ്യാൻ പറ്റില്ല. കാരണം ഒറിജിനൽ RRTS ഞാനാണ് കൺസീവ് ചെയ്തതും പ്ലാൻ ചെയ്തതും അതിലെല്ലാം ഏർപ്പാട് ചെയ്തതും. അത് ഞാൻ ഡൽഹിയിലായിട്ടുണ്ട്. അപ്പോൾ അവർ ഗവൺമെൻറ്റിന് വേറെ വല്ല ഉദ്ദേശമുണ്ടെന്ന് അതിനെപ്പറ്റി ഞാൻ പറയില്ല. ഗവൺമെൻറ് ആണെങ്കിൽ അതിവേഗ റെയിൽവേക്ക് വളരെ ഫേവറബിളായിട്ട് ഇതായിട്ട് നിൽക്കുന്ന ഇതുവരെ മെലിഞ്ഞാന്ന് മാത്രമേ ഞാൻ കണ്ടു. ഒരു ഫങ്ഷനത്തിൽ CM പറയുന്നത് ഈ കേരയിൽ ഇല്ലാതാക്കി ഞാനാണല്ലോ. അതും പറഞ്ഞു, ഇതായിട്ട് പറഞ്ഞു. ശ്രീധരനാണ് ഇത് മുടക്കിയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിവേഗതയെ കൊണ്ടുപോകാൻ വേണ്ടി പണിയുമായ ഒരു ദുരുദ്ദേശത്തെ കൊണ്ട് പലത് പറഞ്ഞു. അത് ശരിയല്ല. നിങ്ങളതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ അതിവേഗ റെയിൽവേ തുടങ്ങിയത് തന്നെ അവരാ, CPM. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ വ്യവസായ മന്ത്രിയും വ്യവസായ സെക്രട്ടറിയും എന്നെ വന്ന് കണ്ടിട്ട് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഒരു അതിവേഗ റെയിൽവേ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള ഏർപ്പാടാണ് ഞാൻ ചെയ്തത്. ആദ്യം ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 4 എക്സ്പെർട്സിനെ ജപ്പാനിൽ കൊണ്ടുപോകും ആ സ്റ്റഡി ചെയ്യാൻ വേണ്ടി. 2010. അത് കഴിഞ്ഞിട്ട് അത് ഫീസിബിളാണ്, ആക്സെപ്റ്റഡ് ബൈ ദി പീപ്പിൾ. പിന്നെയാണ് അതിൻ്റെ DPR പറയുന്നത്. DPR ഉള്ളതും DPR കംപ്ലീറ്റൊക്കെ ഇവർക്കറിയാം. ഞാനത് തുടങ്ങി വെച്ചത് ഗവൺമെൻറ് തന്നെയാണ്. 2016 ഞാൻ DPR സബ്മിറ്റ് ചെയ്യിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് വല്ലാണ്ട് വില വരുന്നത് പറ്റില്ല, ഒരു ചീപ്പറായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പോകണം. അങ്ങനെയാണ് ഈ കേരയിൽ തുടങ്ങിയത്. ആ കേരയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പോഴേ എവരി സ്റ്റേജ് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തു. ഇതാ മിസ്റ്റേക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യണം പറഞ്ഞത്. ലെറ്റർ എല്ലാത്തിനും ലെറ്ററാണ് ചെയ്തത്. ആ ലെറ്ററൊക്കെ എൻ്റെ കയ്യിലില്ല. CM നേരിട്ട് ലെറ്റർ ചെയ്തു. ഇതാണ് ഭക്ഷണം ചെയ്യാൻ പറ്റുന്നത്. അതൊന്നും ഗവനിച്ചില്ല. ഇതേവൻ്റെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുമ്പോൾ തന്നെ ലാൻഡ് അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയാം, നാട്ടുകാരെ ഉപദ്രവിക്കലും പോലീസ് ലാത്തിച്ചാർജും. പോലീസ് 100 പോലീസ് കംപ്ലൈൻറ്റാണ് ഉള്ളത് ആൾക്കാരെ പറ്റി. എന്നിട്ട് ഞാനവിടെ പോയി മുടക്കിയതൊക്കെ പറഞ്ഞപ്പോൾ അവർ തുടങ്ങിയ വർക്ക് ഞാൻ തുടങ്ങിയതല്ലല്ലോ. ഞാനല്ല ഈ വർക്ക് തുടങ്ങിയത് ഗവൺമെൻറ് തന്നെയാണ്. ആ സ്ഥിതിക്ക് പിന്നെ ഇത് കേരളയിലും പ്രോഗ്രസ് ചെയ്യുന്നില്ല, എൻ്റെ പ്രൊപ്പോസലും പ്രോഗ്രസ് ചെയ്യില്ല. ആ സ്റ്റേജ് വന്നപ്പോഴാണ് ഞാൻ ആദ്യം പിന്നെയും CM ഒരു ലെറ്റർ അയച്ചു.
ആ ലെറ്ററിൻ്റെ കോപ്പി കിട്ടുക. റേഡിയോ മിനിസ്റ്റർ അയച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു ഐസ്ക്രീം റെയിൽവേ ഉണ്ടാക്കണമായിട്ട് അതിന് വ്യത്യാസത്തിന് എല്ലാം കുറച്ച് വ്യത്യാസമായിട്ടാണ് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. ആ ലെറ്റർ കണ്ടപ്പോൾ സി എം എന്നെ വിളിച്ച് ട്രിവാൻഡ്രത്തിൽ വിളിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ആയി. ശരിക്കും വേണ്ടത് തന്നെയാണ്. എന്തായാലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഓൾട്ടർനേറ്റീവ് കേരളത്തിലൊരു ഐസ്ക്രീം റെയിൽവേ ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് ഇത് ഉണ്ടാക്കി ചെയ്തത്. അത് ചെയ്തിട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡായി. പിന്നെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ പറഞ്ഞു, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടാക്കണം റെയിൽവേ മിനിസ്റ്റർക്ക്. കേരളയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, അത് മാറ്റിവെച്ചു. ഈ പുതിയത് നമുക്ക് ട്രൈ ചെയ്യാം, അതിനുവേണ്ടി ഡിജിറ്റൽ പ്രോജക്റ്റ് ഉണ്ടാക്കണം വേണ്ടു, ലെറ്റർ എഴുതേ വേണ്ടു. അത് ചെയ്യാൻ തോന്നുന്നു ആദ്യം. പിന്നെ പറഞ്ഞു ഏതായാലും ഞാനത് കേട്ടുള്ളൂ, എൻ്റെ ഓഫീസേഴ്സിന് കിട്ടി കേട്ടോട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം അതുകൊണ്ട് അബ്രഹാമിനെയും ബൈജു പ്രഭാകർ സെക്രട്ടറി ഇങ്ങനെ അയച്ചു. ഇവിടെ വന്നു, ഞങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. അവർ രണ്ടുപേരും വളരെ ഹാപ്പി. ഇത് കറക്റ്റ്, ഇത് വാട്ട് വി ഷുഡ് ഡു, വളരെ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ പ്രൊഫസർ തോമസ് എം ഇവിടെ അദ്ദേഹം കേട്ട് അയാൾക്കും വളരെ ഇഷ്ടമായി. പക്ഷേ ഈ ലെറ്റർ അയക്കുന്നില്ല. 10 മാസം ലെറ്റർ പോകില്ല. ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. ആബ്രഹാം വീട്ടിൽ ഇറങ്ങിപ്പോകാൻ എന്നോട് പറഞ്ഞ് ഈ ലെറ്റർ ഉണ്ടാക്കുന്ന കോപ്പി ശ്രീധരന് കണ്ടോളൂ ആദ്യം, ഞങ്ങൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം അയക്കാം, അത് അപ്പോൾ ഞങ്ങൾ അയക്കാൻ പറഞ്ഞാൽ പോയത് പോലെ ഒരു ഇതുമില്ല. 10 മാസം വെയിറ്റ് ചെയ്തു. പിന്നെ ഈ ബഡ്ജറ്റൊക്കെ വരാൻ പോകുന്നത്, ബഡ്ജറ്റ് വരാൻ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽവേയും വരില്ല. ആ നിലയ്ക്കാണ് ഞാൻ പോയിട്ട് റെയിൽവേ മിനിസ്റ്ററെ പോയി കണ്ടത്. കേരളത്തിന് വളരെ ആവശ്യമാണ്. നമ്മുടെ ഏത് പാർട്ടി പോകണമെന്നല്ല അർത്ഥം, കേരളക്കാർക്ക് ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്കൊരു ഉപദ്രവമുണ്ടാകരുത്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ടാവണം. ആ ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനാണ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്ര ഡീറ്റെയിൽ പ്രോജക്റ്റ് എന്ത് വരും, എന്ത് കോസ്റ്റ് വരും. നമ്മൾ വലിയ കോസ്റ്റൊന്നും വേണ്ട. കേരളയിൽ ഒരു 100 crores സ്പെൻഡ് ചെയ്തത്, 100 crores ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും. നമ്മൾ അതൊന്നും ആവശ്യമില്ല. ബി അബൌട്ട് 12-13 crores വേണ്ടി വരുള്ളൂ. അങ്ങനെ ഞാൻ മുഴുവൻ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചെയ്യാൻ തീർച്ചയാണെങ്കിൽ ഇത് ബെറ്റർ ടു ഗീവ് ഇറ്റ് DMRC. കാരണം DMRC മറ്റേ 2 സ്റ്റഡി ചെയ്തേ. അപ്പോൾ എല്ലാ ഡാറ്റയുണ്ട്, എല്ലാ കാര്യമുണ്ട്, ചെയ്ത ആൾക്കാരൊക്കെ പറയാൻ തന്നെയുണ്ട്. DMRC ഏൽപ്പിക്കണം, നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 8-9 മാസം DPR റെഡിയാക്കാൻ പറ്റും. ആ ഉടനെ അത് തന്നിച്ചു. അപ്പം തന്നെ അദ്ദേഹം സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇതാണ് ഇപ്പോൾ നമ്മൾ തൃപ്തിയായിരിക്കുന്നത്, അത് വേണമെങ്കിൽ ഫസ്റ്റ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വിളിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് കൊടുത്തോളൂ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ചെയ്ത് കൊണ്ട് ഇതിനാണ് ഇവിടെ വന്നത്. അതിനാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ RRTS ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പാകം ചെയ്യാനുള്ളത് നടക്കാത്ത കാര്യം. ഇപ്പോൾ നമുക്ക് കൊല്ലം ടു ട്രിവാൻഡ്രം മാത്രമാണെങ്കിൽ തീരെ നടക്കാം. കൊല്ലം ടു ട്രിവാൻഡ്രം ഒരു സബർബൻ സർവീസിൽ 600 കിലോമീറ്ററല്ലേ ഉള്ളൂ. അങ്ങനെ സ്ഥലത്ത് അവിടുന്ന് നിങ്ങളുടെ അത് നടക്കാൻ പറ്റില്ല. എന്നാൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. RRTSൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം സ്റ്റേഷൻസ് 2 kilometer 3 kilometer സ്റ്റേഷനൊക്കെ വരെ. അങ്ങനെ ആകുമ്പോൾ പതുക്കെ പോകുള്ളൂ. അതൊരു ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്ക് ഇത് കേട്ടാൽ ഇറ്റ്സ് എ ഫൂളിഷ് വെഞ്ചർ എന്നാണ് പറയുക. ഇതിനെപ്പറ്റി അറിയുന്ന അദ്ദേഹത്തിൻ്റെ മെയിൻ ഓർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഹൈസ്പീഡിലും ഇതിന് പകരം
നിങ്ങൾക്ക് വൈ കോണ്ട് യു ഡു ഒരു RRTS അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിനിസ്റ്റർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതാണ് കേട്ടോ, കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ തെക്കോട്ട് അങ്ങനെയുള്ള ഒരു സബർബൻ സർവീസ് ഓവർ ലെങ്ത് ഓഫ് 60 to 70 കിലോമീറ്റേഴ്സ്. അതിന് ഉദ്ദേശിച്ചതാണ്. ഡൽഹിയിലിപ്പോൾ മീനട്ട് ഈസ് ഓൺലി 50-60 കിലോമീറ്റേഴ്സ് അവേ. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് ആകാട്ടി വയ്ക്കാൻ കൊണ്ട് ആവശ്യമുണ്ട് ദൂരത്തിൽ. അല്ല, അതിനെപ്പറ്റി നമ്മളാരും വരിയടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരിയാണ് ചെയ്യുന്നത്, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൾക്കാർക്ക് ഉടനെ മനസ്സിലാവും. ആ സമയത്തിനുള്ളിൽ എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിൽവേയുടെ റിപ്പോർട്ട് വേഗം ഉണ്ടാക്കാം. അത് റിപ്പോർട്ടിനകം താമസമാണെങ്കിൽ ശരി, അതിൻ്റെ കംപ്ലീറ്റ് രൂപം ഫൈനലൈസ് ചെയ്തിട്ട് നാട്ടുകാർക്ക് അറിയിക്കണം. എല്ലാവരെയും അറിയിച്ച് 15 ദിക്കിലും പോയിട്ട് ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് നിങ്ങളോട് പറയാം. എന്തൊക്കെ ആൻസർ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കുക. നിങ്ങളതിലെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. ഞാൻ വിചാരിച്ചതിലൊക്കെ എത്രയോ വലിയ വലിയ ഉപകാരം വരാൻ പോകും കാര്യത്തിൽ യാഥാർത്ഥ്യം. അതിൻ്റെ ബ്രിട്ടീഷോടെ അവിടെ ഒരു പേപ്പർ വെച്ച് അത് തട്ടിയെടുക്കാൻ പറ്റില്ല. അതിൽ ഞാൻ അങ്ങനെ നമുക്ക് കാര്യം ഇമാജിൻ ഒരു ഈ ഹൈ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് thousands and thousands of tons of ഡീസൽ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻ എത്രയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, ഹ്യൂജ്. പിന്നെ ഓരോരുത്തരും ഇതിൽ തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരാൾ ഈ സ്റ്റേസ് 5 hours ജേർണി ടൈം. അങ്ങനെ എത്ര ആൾക്കാർ ഒരു വണ്ടിയില്ലല്ലോ. ഞാൻ വിചാരിക്കും എങ്ങനെയും ഒരു 160-180 ട്രെയിൻസ് കൂടെ അപ്പല്ലോ. ഇത് ആൾക്കാർക്ക് എന്ത് സേവിങ്, ടൈം സേവിങ്. ഈ ടൈം സേവിങ് എന്തെല്ലാം ഉപയോഗിക്കാം. ഇതാണ് രണ്ട് പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സാറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സജഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായി. രണ്ടും നോക്കുക, ഏതെന്നാൽ പറ്റിയിട്ട് അത് കൊണ്ട് നോക്കാനേ പറയുള്ളൂ. രണ്ടും കൊണ്ട് നോക്കില്ല. പക്ഷെ എനിക്കൊരു സംശയമില്ല, ടെക്നിക്കൽ മാൻ RRTS ഈസ് നോട്ട് വർക്കബിൾ. തീർച്ചയായിട്ടും പറയാം. സർക്കാരിൻ്റെ RRTS കാസർഗോഡ് വരെ ഉണ്ട്. അതുകൊണ്ട് എന്താ ഗുണം? അത് കാസർഗോഡ് എത്തണ്ടേ? ഇവിടുന്ന് പുറപ്പെട്ട് കാസർഗോഡ് ഇത് മാക്സിമം അവർ സമ്മതിക്കും ചെങ്ങന്നൂർ വരെ പോകാം. ചെങ്ങന്നൂട്ടും ട്രിവാൻഡ്രം. യെസ്, അതിൽ നിങ്ങൾ പോകാൻ സാധിക്കില്ല. അങ്ങനെ പോകുന്നത് വളരെ ഷോർട്ട് ട്രെയിനാവേ. മുഖ്യമന്ത്രിക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണോ തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ഐഡിയ കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ. ആരൊരു ഐഡിയ കൊടുത്തിട്ടാണ് അത് ആരാ കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റി അറിയില്ല. അദ്ദേഹം സാധാരണ തിരിച്ചറിയാൻ പറ്റുന്ന ആളല്ല. ഓൾദോ കേരളയിൽ വലിയ അബദ്ധം പറ്റി ചെയ്തു. അത് പോയിന്റ് ഔട്ട് ചെയ്ത് എവരി സ്റ്റേജ് ഞാൻ ലെറ്റർ ചെയ്തിട്ടാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല ആൾക്കാർ. ഇതിപ്പം ഹൈ സ്പീഡ് റെയിലിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ വെരി വെരി സാറേ, ഇപ്പോൾ ഈ DPR തയ്യാറാക്കുകയാണല്ലോ. 2-ാം തീയതി ഒരു ഓഫീസ് തുടങ്ങുന്നു.
അപ്പൊ ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുകയാണല്ലോ. അത് സംശയമില്ല. ഈ പദ്ധതി കേരള ഗവൺമെൻറ് പദ്ധതിയല്ല, സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ്. അതാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ച് അവർക്ക് വലിയൊരു ഒബ്ജക്ഷൻ. ഞങ്ങളുടെ പ്രോജക്റ്റ് അങ്ങനെ ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയായിട്ടാണ് വരിക. അപ്പൊ ഇതിലേക്ക് സാറ് നേരത്തെ പറഞ്ഞത് പ്രകാരം 30% കേന്ദ്ര റെയിൽവേയുടെയും 30% സംസ്ഥാന സർക്കാരിൻ്റെയും 40% പുറത്തുനിന്നുള്ള ബോണ്ട് വഴിയും സമാഹരിച്ചാണല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇങ്ങനെ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ അവർ മറ്റൊരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കില്ലേ? ഇല്ല ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഈ റെയിൽവേ ഈസ് എ സെൻട്രൽ സബ്ജക്റ്റ്, സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലത്. സ്റ്റേറ്റ്സിൻ്റെ ആവശ്യം ലാൻഡ് അക്വയർ മാത്രം, വേറെ ഒന്നുമില്ല. അവർ പണം തരാൻ തയ്യാറിൽ ലൂസ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവരതിന് സഹകരിക്കാതെ ഇരിക്കുമോ? അങ്ങനെ ആശങ്ക ഉണ്ടോ? ഇല്ല, എനിക്ക് തീരില്ല. ഇല്ല, ആശങ്കയില്ല. ഇല്ല, ഇതൊരു ടെമ്പററി ഡൈവേർഷൻ ചെയ്യാൻ വേണ്ടിയ ഒരു സമയം. എല്ലാവർക്കും അറിയാൻ നടക്കാൻ പോകുന്നു, നടക്കൂല. അതിനൊക്കെ റെയിൽവേൻ്റെ ഉപകാരം എന്താണെന്ന് അവർക്ക് ഇനി മനസ്സിലായില്ല. പ്രധാന ഇതെന്താ അറിയോ, ഒരു അതിവേഗ റെയിൽവേ വരികയാണെങ്കിൽ റോഡിലത്തെ കൺജഷൻ വളരെ കുറയും, റോഡ് ആക്സിഡൻസ് കുറയും. ഇപ്പോൾ കേരളത്തിലെ ഒരു ദിവസം 10 to 12 people die on the road. 10 to 12 people every day. And about 25-30 people get injured. ഇത് ഹാഫാണെങ്കിൽ തന്നെ എന്താണ് ഗുണം? ഇതുകൊണ്ട് തിരക്ക് പറഞ്ഞ ഡൈവേർഷൻ വരികയാണെങ്കിൽ ഒരു 2 ലൈഫ് ചെയ്യാൻ പറ്റിയ ഈ സിസ്റ്റോട്ട് പറ്റത്ത്. അത് ഹൈസ്പീഡിൽ ചെയ്യാൻ പറ്റുക, അത് RRT ചെയ്യാൻ പറ്റുക, RRT ചെയ്യുന്നു അവർ പറയും ഞാൻ ചെയ്യും, ലിമിറ്റഡ്. ഈ RRTSൻ്റെ പ്രധാന ഒരു പോരായിക അതിന് മിനിമം സ്പീഡിൽ എത്താൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുന്നുള്ളതാണോ? അല്ലല്ല, RRTൻ്റെ ഉദ്ദേശം സബബൻ എന്ന ആൾക്കാർക്ക് സിറ്റിയിലേക്ക് വരണം, അതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ അതല്ല, ഇവിടെ ഓൾ സ്റ്റേറ്റിൽ ഒരു രണ്ടിലേക്ക് വേഗം പോകണം. മറ്റത് ഞങ്ങളുടെ കൊല്ലത്തിനോ അല്ലെങ്കിൽ വർക്കലയിലോ ആൾക്കാർ വികസനം, അത് ഒരു ലിമിറ്റഡ് ടൈമിലായിരുന്നു. ഇറ്റ്സ് എ സബർബൻ സർവീസ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി വീണ്ടും വൈകി പോകില്ലേ? DPR തയ്യാറാക്കുന്നതടക്കം നീണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും? ഇല്ല ഇല്ല, DPR എന്തായാലും വഹിച്ചു. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സഹകരിക്കില്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ഫൈൻഡ് എ വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ. എല്ലാം റെയിൽവേ സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മതമായിട്ടാണ് ഇല്ലല്ലോ. മറ്റെന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടാണ് ഈ RRTS കൊണ്ടുവരുന്നതിനുള്ളത്? സാങ്കേതിക ബുദ്ധിമുട്ടില്ല, ഇത് സിമ്പിൾ വേസ്റ്റ്. ഈ രണ്ട് പദ്ധതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിയ വ്യത്യാസം എന്താ വെച്ചാൽ സ്പീഡ്. അതിവേഗ റെയിൽവേയുടെ ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് ഞാൻ പറയും. ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ നിൽക്കുക, ആക്സിലറേഷൻ, ബ്രേക്കിംഗ് ഇതൊക്കെ എടുത്തിട്ട് ആവറേജ് കമേഴ്ഷ്യൽ സ്പീഡ് ഗോയിങ് ടു ബി 135 കിലോമീറ്റർ. നേരെ മറിച്ച് RRT ആണെങ്കിൽ ദാറ്റ് ബി അബൌട്ട് 70 or 75, പകുതി കൂടി വരില്ല. അപ്പോൾ സമയം സേവിക്കുന്ന കാര്യം പോയില്ലേ, കഷ്ടമാണ്. ഇതൊരു സംസ്ഥാന സർക്കാർ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ? ഇല്ല, എനിക്ക് വെല്ലുവിളിയായിട്ടായിരുന്നു തോന്നുന്നത്. അവരൊരു മിസ്ലഡ് ബൈ സംബടി, മിസ്ലഡ് ബൈ സംബടി. അങ്ങനെ ആൾക്കാരെ വിളിച്ച് ചോദിക്കല്ലേ കൊണ്ടു. ഇത് വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അതുവേഗ റെയിൽവേ ഡിറൈൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടതല്ല കേട്ടോ, അതിനല്ല ചെയ്യുന്നത്. അവർക്ക് കേരളയിൽ പോയി അതിന് പകരം ഐ ആം ഓൺ ദി ഫീലിംഗ്
ഈവൻ KNA authority, they don't know. ഇതില്ല DCLൻ്റെ അല്ല, അവിടെയാണ് KNA പറഞ്ഞത്. അവർ കൂടി കൺസൾട്ട് ചെയ്തിട്ടില്ലേ ഈ ഡിസിഷൻ എടുത്തപ്പോഴേ. പക്ഷേ സാറ് ഈ സർക്കാരിൻ്റെ ഒരു പിന്തുണയോ സപ്പോർട്ടോ ഇല്ലാതെ ഈ ഒരു നമുക്കിതിൻ്റെ സർവേ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും പ്രായോഗിക തലത്തിൽ? ഒരു വർഷമല്ലേ സ്ഥലം ഏറ്റെടുക്കുന്നതിലൊക്കെ സ്ഥലമേറ്റെടുക്കാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പൊ അവര് സഹകരിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അത് എപ്പോഴാണ് എൻ്റെ ഒരു വെള്ളം കഴിഞ്ഞിട്ടല്ലേ വരിക. ആ സമയത്ത് ആരവിടെ ഉണ്ടാവുക നമുക്കറിയാം. ഈ സമരങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വീണ്ടും പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ലേ? സമരം ഇല്ലാതിരിക്കണം. ഓക്കെ, അതാണ് എൻ്റെ മെയിൻ ജോബ്. ആൾക്കാർക്ക് ഇതിനോട് വിരോധമുള്ളത്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഒരു ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫെബ്രുവരി 15 മുതൽ ഓരോ സ്ഥലത്തും വെച്ചിട്ട് ഒരു മീറ്റിംഗ്, പ്രസ് കോൺഫറൻസ് അല്ല, ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുക, എന്നിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക, അവർക്ക് എന്താ സംശയം, എന്താ ബുദ്ധിമുട്ട് കേൾക്കണ്ടേ. ബുദ്ധിമുട്ടുകൾ ശരിക്കുണ്ടെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ കാണാം.